അബ്സല്യൂട്ട് രോമാഞ്ചം. ഡോക്ടർ അരുൺകുമാറിന് ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടി. എനിക്കും അരുണിനും ഒരു കാര്യത്തിന് യോജിപ്പില്ല. അരുണിനെ എല്ലാ കാര്യത്തിലോടും എനിക്ക് യോജിപ്പാണ്. പക്ഷെ ഒരു ആണിനെ അങ്ങനെ വേട്ടയാടുന്നത് കണ്ടാൽ അത് തെറ്റാന്ന് പറയാനുള്ളൊരു ബാധ്യത നമുക്ക് വേണം. സർക്കാരിനും പോലീസിനെയും കുടഞ്ഞ് ഹൈക്കോടതി അതിരൂക്ഷ വിമർശനം. മാതാപിതാക്കൾക്കും പെൺകുട്ടിക്കും പരാതി ഉണ്ടോ എന്ന് ഹൈക്കോടതി ചോദിച്ചു. മാധ്യമപ്രവർത്തകനെതിരെ എന്തിനാണ് കേസെടുത്തത്? പ്രഥമ ദൃഷ്ടിയായി കുറ്റം നിലനിൽക്കുക പോലും ഇല്ലെന്ന് ഹൈക്കോടതി പറഞ്ഞു. എന്തിനാണ് ഇത്തരം കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നത്? പബ്ലിസിറ്റിക്ക് വേണ്ടിയാണോ നിങ്ങൾ ഈ കേസ് എടുക്കുന്നത്? ഡോക്ടർ അരുൺകുമാറിനെ സ്വന്തം ജാമ്യത്തിൽ വിടണമെന്ന് നിർദ്ദേശം. കടുത്ത വിമർശനമാണ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ചത്. അരുൺകുമാറിനും ഷാബാസിനും അനുകൂലമായി. അങ്ങനെ തന്നെ വേണം. ഈ നാടിന് ഭ്രാന്താവരുത്. നാളെ ഇത് നമുക്ക് ആർക്കെതിരെയും ഇതേപോലത്തുള്ള കള്ളക്കേസുകളും വ്യാജ കേസുകളും ഉണ്ടാകാം. ഇതതുകൊണ്ട് വലിയൊരു വിജയമാണ്. പുരുഷന്റെ വിജയമാണ്, മനുഷ്യന്റെ വിജയമാണ്. ഷാരോണ് നീതി കിട്ടിയ ദിവസം ഡോക്ടർ അരുൺകുമാറിന് നീതി കിട്ടി. ഗിരീഷ്മയെ തൂക്കിക്കൊല്ലാൻ. ഓൾ പോസിറ്റീവ്, ഓൾ ഗുഡ്.